അദാലത്തുകൾ പാഠശാലയാണെന്നും മാതൃകാപരമായ രീതികൾ പരാതി പരിഹാരത്തിനായി ഉദ്യോഗസ്ഥർ തുടർന്നും പിന്തുടരണമെന്ന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് അഭിപ്രായപ്പെട്ടു. കാർത്തികപ്പള്ളി താലൂക്കിൽ സംഘടിപ്പിച്ച പരാതി പരിഹാര അദാലത്തായ കരുതലും കൈത്താങ്ങിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നിയമത്തിനും ചട്ടത്തിനും അകത്ത് നിന്നുകൊണ്ട് ജനങ്ങളെ പരമാവധി സഹായിക്കാനുള്ള ശ്രമമാണ് അദാലത്തുകളെന്ന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് അഭിപ്രായപ്പെട്ടു. കരുതലും കൈത്താങ്ങും കാർത്തികപ്പള്ളി താലൂക്ക് അദാലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നിയമപരമായി ചെയ്തു കൊടുക്കാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം എന്നതാണ് സർക്കാർ ഉദ്യോഗസ്ഥരോടും പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് അദാലത്ത് ഒരു പാഠശാലയാണ് എന്ന് പറയുന്നത്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ എങ്ങനെ ചെയ്യണം എന്ന് സർക്കാരിൻ്റെ നിലപാട് എന്താണെന്ന് ഉദ്യോഗസ്ഥർക്ക് കുറച്ചുകൂടി ബോധ്യപ്പെടുന്ന തരത്തിലേക്ക് എത്തും ഈ കാര്യങ്ങൾ. അദാലത്തിൽ നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഭരണം നടത്തുക എന്നതാണ് ഭരണാധികാരികളുടെയും ഉദ്യോഗസ്ഥരുടെയും ഉത്തരവാദിത്വം. അദാലത്തുകളിൽ പരാതിക്കാർക്കും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും മന്ത്രിമാർക്കും ഒന്നിച്ചിരുന്ന് പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹാരം കാണാനാവും. സാധാരണ സർക്കാർ ഓഫീസുകളിൽ ഇത്തരത്തിലൊരു ചർച്ചയ്ക്ക് ഇടമുണ്ടാവില്ല. അദാലത്തുകളിൽ ഈ സൗകര്യം ആണ് ലഭ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ അദാലത്തുകൾ ഉദ്യോഗസ്ഥർക്ക് പാഠശാലയുമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം പരിഹാരം കണ്ട സർക്കാരാണ് പിണറായി വിജയൻ സർക്കാർ എന്ന് മന്ത്രി പറഞ്ഞു. MLA-മാരായ യു പ്രതിഭ, തോമസ് കെ തോമസ്, ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, കായംകുളം മുനിസിപ്പൽ ചെയർപേഴ്സൺ പി ശശികല, ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TS താഹ, ജില്ലാ പഞ്ചായത്ത് അംഗം KG സന്തോഷ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ S പവനനാഥൻ, L ഉഷ, വാർഡംഗം S സുരേഷ് ബാബു, ADM ആശാ C എബ്രഹാം, LA ഡെപ്യൂട്ടി കളക്ടർ R സുധീഷ്, ചെങ്ങന്നൂർ RDO J മോബി, തഹസീൽദാർ PA സജീവ് കുമാർ എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം മന്ത്രിമാരുടെ നേതൃത്വത്തിൽ അദാലത്ത് ആരംഭിച്ചു.